السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله وما بعد. സ്നേഹത്തിലുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ശൈഖുന സയ്യിദ് അവറുകൾ, അതുപോലെ തന്നെ മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, ആശിഖീങ്ങളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മാസത്തിൽ നടക്കുന്ന മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മാസങ്ങളുടെ നേതാവായ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഇന്നലെ റമദാൻ സമാരംഭം കുറിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്രിബോടുകൂടി നമുക്കെന്തായാലും വിശുദ്ധമായ റമദാൻ എത്തിച്ചേരുമെന്ന നിറഞ്ഞ പ്രതീക്ഷയിലാണ് നമ്മൾ. അല്ലാഹു നമുക്കൊക്കെ വിശുദ്ധമായ റമദാനിനെ അതിനെ അർഹിക്കുന്ന ആദരവുകൾ കൊടുത്ത് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ, വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അമരക്കാരനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ സഹാബത്തുൽ കിറാം ഒരുമിച്ച് കൂടിയ ഒരു വേദിയിൽ വെച്ച് സഹാബത്തിനോട് പറഞ്ഞു, ഓ സഹാബ, യസ്തഖ്ബിലുക്കും തസ്തഖ്ബിലൂൻ, മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു. യസ്തഖ്ബിലുക്കും തസ്തഖ്ബിലൂൻ, യസ്തഖ്ബിലുക്കും തസ്തഖ്ബിലൂൻ, നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ സ്വീകരിച്ചോ. അങ്ങനെ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ സഹാബത്തിൽപ്പെട്ട ചിലർ ചോദിച്ചു, വല്ല ശത്രുക്കളും നമ്മളെ നേരിടാൻ വേണ്ടി യുദ്ധത്തിന് വരുന്നുണ്ടോ? ആ വഹ്യും നസൽ, അല്ലെങ്കിൽ വല്ല വഹ്യും ഇറങ്ങുന്നുണ്ടോ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്. റമദാനിന്റെ ആദ്യ രാത്രിയിൽ കഅബയെ ഖിബലയായി അംഗീകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. ആ രാത്രിയെ നിങ്ങൾ വരവേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മഗ്രിബോടുകൂടിയായിരിക്കും നമുക്ക് റമദാനിന്റെ ആദ്യത്തെ രാത്രി വരവേൽക്കണം. ഇന്ന് നമ്മൾ നോമ്പൊന്നും അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ഇന്ന് നമുക്ക് തറാവീഹ് ഉണ്ടാവും. റമദാൻ ഒന്നിന്റെ രാത്രിയാണെങ്കിൽ ഒറ്റ റമദാനിൽ ഒരു തറാവീഹ് പോലും നമ്മൾ ഒഴിവാക്കുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ്. വിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ മാത്രമുള്ള ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഖിയാമു റമദാൻ, തറാവീഹ് മാത്രമാണ്. ഖുർആനോട് റമദാൻ അല്ലെങ്കിലും ഉണ്ട്, ഫർദ് നിസ്കാരങ്ങൾ റമദാൻ അല്ലെങ്കിലും ഉണ്ട്, സദഖയായാലും സക്കാത്തായാലും ഒക്കെ അത് റമദാൻ അല്ലെങ്കിലും ഉണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ. റമദാനിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഇബാദത്താണ് തറാവീഹ്. അത് 20 റക്അത്ത് ജമാഅത്തായി മുടങ്ങാതെ നിർവഹിക്കാൻ. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തറാവീഹ് നിസ്കാരം റമദാനിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആര് നിർവഹിച്ചാലും അവരുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആയതുകൊണ്ട് വിശുദ്ധമായ റമദാനിനെ അർഹിക്കുന്ന എല്ലാ ആദരവുകളും നൽകി വിശുദ്ധമായ ഖുർആനിന്റെ മാസം കൂടിയാണ് റമദാൻ. ഷഹ്റുൽ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. അത് ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ ബുഖാരി ഹഫിളഹുല്ലാഹ്, അല്ലാഹുവിന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, അവരെ അംഗീകരിക്കുന്ന എല്ലാവരും വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് തന്നെ ഖുർആൻ അതാണ് ഇപ്പൊ കാര്യമായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ അവര് കഴിഞ്ഞ ഒരു അടുത്തൊരു പരിപാടിയിൽ പ്രസംഗിച്ച പ്രഭാഷണം യൂട്യൂബിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും.
നമ്മളെ മൊബൈലിൽ തന്നെ ഖുർആൻ ഓതുന്നവരായി മാറിയാൽ ഇവിടെ അല്ലാഹുവിന്റെ ആ കിതാബാണ് ഇല്ലാതായി പോകുന്നത്. ആയതുകൊണ്ട് നമ്മൾ മൊബൈലിൽ തന്നെ ഖുർആൻ ഓതുന്ന സ്വഭാവം മാറ്റി വിശുദ്ധമായ മുസ്ഹഫും വിശുദ്ധമായ ഖുർആനും കയ്യിലെടുത്ത് ഓതുന്നവരാവുകയും നമ്മൾക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നവരെ കൊണ്ടൊക്കെ മുസ്ഹഫിൽ തന്നെ നോക്കി ഖുർആൻ നാം ഓതിപ്പിക്കുക. മുസ്ഹഫിൽ നോക്കുന്നതിന് തന്നെ പ്രതിഫലമുണ്ട്. മൊബൈൽ നോക്കുന്നതിന് വലിയ പ്രതിഫലം. അത് നിന്റെ സ്ക്രീനിൽ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നോക്കിയാലൊന്നും ഇനി ആര് പറഞ്ഞാലും അതിന് പ്രതിഫലം കിട്ടൂല. അങ്ങനെയാണെങ്കിൽ മൊബൈലിൽ ഖുർആനിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പിന്നെ ആ മൊബൈൽ പിടിക്കാൻ വുളൂ വേണമെന്നുള്ള മസാലയും പറയേണ്ടി. അങ്ങനെയൊക്കെ പറയുന്ന യൂട്യൂബ് മുഫ്തിമാരുടെ ഫത്വകൾ നമുക്ക് കിട്ടും. ഇസ്ലാമിക ബേസിക്കൽ നോളജ് അല്ലെങ്കിൽ ഇസ്ലാമിക ബാലപാഠം അവർക്കില്ലാത്തത് കൊണ്ട് കർമ്മശാസ്ത്രവും അറിയില്ല, ശരീഅത്തും അറിയില്ല, തരീഖത്തും അറിയില്ല, ഹഖീഖത്തും അറിയില്ല, മഅനത്തും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ മശായിഖന്മാരുടെ ആ വാക്കുകൾ മുറുകെ പിടിക്കുക. അതിനപ്പുറം വേറൊന്നുമില്ല. വിശുദ്ധമായ ഖുർആനെ ആദരിക്കുന്നവരായി മാറണം നമ്മൾ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മുസ്ഹഫുള്ള വീട്ടിൽ ചെരുപ്പ് ധരിച്ച് കയറാനായിരുന്നില്ല. ആ ഒരു മഹത്വം ഈ മൊബൈലിൽ കിട്ടോ? ഇമാം സൗറഖ് റളിയല്ലാഹു അൻഹു മുസ്ഹഫുള്ള വീട്ടിൽ ഉറങ്ങാറില്ല. ആ മഹത്വം മൊബൈലിൽ കിട്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം രേഖപ്പെടുത്തി വെക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, നീ നിന്റെ ശൈഖിനോട് ഏതൊരു ആദരവിലാണോ പെരുമാറുന്നത്, നീ ഒരു ശൈഖിന്റെ മുന്നിൽ ഏതൊരു രൂപത്തിലാണോ ഇരിക്കുന്നത്, അതുപോലെ ആയിരിക്കണം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിന്റെ ഇരുത്തവും ആ ഖുർആനിനോടുള്ള നിന്റെ സമീപനവും. നീ മൊബൈൽ കിട്ടൂല. ഖേദകരമെന്ന് പറയട്ടെ, ഏത് പള്ളിയിലും പഴയകാലത്ത് നമുക്കറിയാം വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫും സലാത്തും അതിന്റെ ഏടുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് പല പുതിയ പള്ളികളിലും പോയി നോക്കിയാൽ ആൽക്കഹഫിന്റെ ഏടുകളും കാണില്ല. മുസ്ഹഫിന്റെ കോപ്പികൾ കുറഞ്ഞുവെന്ന് മഹാനവറുകൾ പറയുന്ന വാക്കുകൾ എത്ര അർത്ഥവത്താണ്. ഇങ്ങനെ പോയി 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 അവസാനം ഇവിടെ അല്ലാഹുവിന്റെ ആ പവിത്രമായ ഖുർആൻ നാമാവശേഷമാകുന്ന ഒരു കാലഘട്ടം വരും. അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ഈ അടുത്ത് ഇതേ കാസർഗോഡ് ജില്ലയിൽ വളരെ നിർബന്ധിച്ചതിന്റെ പേരിൽ ഒരു മൗലിദിന് പങ്കെടുക്കേണ്ടി വന്നു. വീട്ടുകാർ മുഴുവതോടെ ഞാൻ കിതാബെടുത്തോ? മൊബൈലില്ലേ? മൊബൈലുണ്ടോ ഇല്ലേ? കാരണം മൊബൈൽ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഓളെ ഫോട്ടോ ഉണ്ടാവും. പിള്ളേർക്ക് മൊബൈലുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞൊക്കെ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടാവും. മൗലിദിന് വിളിച്ചാലേ മൗലിദിന്റെ ഏഴുവാണ് അവിടെ. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സാഹിബുൽ മുസ്തഫ മുഹമ്മദ് ഹാദിൽ വടകരി അവിടുത്തെ ഉറൂസിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഷാദിലി മജ്ലിസ് സംഘടിപ്പിച്ചപ്പം ആ പള്ളിയിൽ വെച്ച് നമ്മുടെ ഷാദിലിയുടെ ദിക്റുകൾ മൊബൈലിൽ ഇവരോട് അവിടെ ഇടപെട്ടത് നിർത്തിപ്പിച്ചു. അങ്ങനെ ബഹുമാനിക്കേണ്ടത് നമുക്ക് ബഹുമാനം കൊടുക്കാൻ, പവിത്രത കൽപ്പിക്കേണ്ടത് പവിത്രത കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വേഷത്തിലല്ല. നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കുന്നില്ല, ശരീരത്തിലേക്ക് നോക്കുന്നില്ല, രൂപത്തിലേക്ക് നോക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. ആ ഹൃദയത്തിൽ ബഹുമാനം വേണം. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലാണ് ആദരവ്. റമദാനിനെ ആദരിക്കണം, അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിനെ ആദരിക്കണം. ഖുർആന്റെ വാർഷിക മാസമാ റമദാൻ. ഒരു ഖത്മെങ്കിലും വിശുദ്ധമായ ഖുർആനിൽ നിന്നും വിശുദ്ധമായ ഖുർആനിൽ നിന്നും റമദാനിൽ തീർക്കാൻ നാം സമയം കണ്ടെത്തിയില്ല എങ്കിൽ നമ്മൾ എത്ര അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫൽ അളീം ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. അല്ലാഹ് ഈ റമദാൻ അനുകൂലമാക്കണേ എന്ന് ദുആ ചെയ്താലൊന്നും ഖുർആൻ ഓതാത്തവർക്ക് റമദാൻ അനുകൂലമാവില്ല, ഖുർആൻ അനുകൂലമാവുകയില്ല. നമ്മുടെ മഹാന്മാരും മുൻഗാമികളും റമദാനിന്റെ 6 മാസം മുമ്പ് തന്നെ അല്ലാഹുവേ വിശുദ്ധമായ റമദാൻ നമുക്ക് എത്തിച്ചു തരണേ. വലിയ റമദാനിന്റെ 6
മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങും. റമദാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളിൽ അല്ലാഹ് കഴിഞ്ഞ റമദാൻ എനിക്ക് സ്വീകാര്യതയുള്ളതാക്കി തരണേ, അനുകൂലമാക്കി തരണേ എന്നും ദുആ ചെയ്യും. അങ്ങനെയായിരുന്നു റമദാനിന്റെ ആ ഒരു മുൻഗാമികൾ റമദാനിന് കൽപ്പിച്ച ആദരവ്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റമദാനിന്റെ മഹത്വം ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാസങ്ങൾ മുഴുവനും റമദാനാവണേ എന്നവർ കൊതിക്കുമായിരുന്നു. അതുകൊണ്ട് റമദാനിന് നല്ല വിലയും മഹത്വവും നമ്മൾ കൽപ്പിക്കണം. പറഞ്ഞു പോയാൽ ഒരുപാട് നീണ്ടുപോകുമോ എന്ന ഭയം കൊണ്ട് അവിടുന്ന് പറഞ്ഞതിനെ മാനിച്ചുകൊണ്ട് അല്പം മാത്രം പറഞ്ഞു. റമദാനിൽ നമ്മൾ എല്ലാ തെറ്റുകളിൽ വിട്ടുനിൽക്കണം, നന്മകളിൽ വ്യാപൃതരാവണം. ഒരു ഫർള് ചെയ്യുമ്പോൾ റമദാനിൽ നമുക്ക് 70 ഫർളിന്റെ പ്രതിഫല, ഒരു സുന്നത്ത് ചെയ്യുമ്പം ഒരു ഫർളിന്റെ പ്രതിഫല. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ, ഇഅ്തികാഫുകൾ വർദ്ധിപ്പിക്കാൻ, പള്ളിയിലൊക്കെ പരമാവധി സമയം ചിലവഴിക്കാൻ, ഖുർആൻ ഓതാൻ, സുന്നത്തുകൾ നിസ്കരിക്കാൻ, തറാവീഹ് നിർവഹിക്കാൻ, അങ്ങനെ വെള്ളിയാഴ്ചയൊക്കെ വളരെ നേരത്തെ തന്നെ ജുമുഅകളിൽ പങ്കെടുക്കാൻ, അങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ സജീവമാവണം. അതിന് പുറം വിശുദ്ധമായ റമദാനിൽ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഇബാദത്തുകൾക്ക് പുറമെ നമ്മൾ ഇൽമ് പഠിക്കാൻ, നല്ല മശായിഖന്മാരിൽ നിന്നുള്ള ആത്മീയമായ തസവ്വുഫിന്റെ ഇൽമ്, അതാണ് ഇന്ന് കുറവ്. അങ്ങനെ റമദാനിൽ ഒരു ഇൽമ് പഠിക്കുമ്പോൾ അതൊരു വർഷം ഇൽമ് പഠിക്കുന്നതിന് തുല്യമാണെന്ന് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. റമദാനിൽ നീ ഒരു പ്രാവശ്യം ഇഅ്തികാഫിരിക്കുന്നത് മറ്റുള്ള മാസങ്ങളിൽ ഒരു വർഷം ഇഅ്തികാഫിരിക്കുന്നതിന് തുല്യമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അതിന് നാം അർഹിക്കുന്ന എല്ലാ ബഹുമാനവും എല്ലാ പവിത്രതയും കൽപ്പിച്ചുകൊണ്ട് റമദാനിനെ വരവേൽക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിനെ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. റമദാൻ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ, റമദാൻ അനുകൂലമാവുന്നവരിൽ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ സമ്പാദിക്കുന്നവരിലൊക്കെ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഇന്ന് ചെറിയൊരു മസല നമുക്ക് പറയാം. തരീക്കത്തിൻ്റെ ആള് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും അറിയില്ല, അവർക്ക് ശരീഅത്തും ഇല്ല, കർമ്മശാസ്ത്രവും ഇല്ല, നോമ്പും ഇല്ല, നിസ്കാരവും ഇല്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുണ്ട്. അവർക്കൊന്നും അറിയാത്തോണ്ടാണ്. ബഹുമാനപ്പെട്ട ഖുതുബുൽ ഹിന്ദ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറ 70 വർഷം കണ്ടിന്യൂ ആയിട്ട് നോമ്പായിരുന്നു. 70 വർഷം. കാണുമ്പോൾ കഴുത്തിൽ നല്ല രുദ്രാക്ഷം ഉണ്ടാവും ഹാജാത്തങ്ങളെ, ആർക്കറിയും. കാണുമ്പം ഒരു സന്യാസിനെ പോലെ ഉണ്ടാവുക. പക്ഷേ ദിവസവും 2 ഖത്മ് തീർക്കും ഖുർആനിൽ നിന്ന്. 70 വർഷം നോമ്പായിരുന്നു. 20 വർഷം അവിടുത്തെ ശൈഖായ ഉസ്മാൻ ഹാറൂണി തങ്ങളെ കൂടെ ഖിദ്മയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതം. പക്ഷെ ഇതൊന്നും മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇത്ര ഖത്മ് തീർത്തിട്ടുണ്ട്, ഇത്ര നോമ്പ് നോക്കിയിട്ടുണ്ടെന്നൊന്നും മശായിഖന്മാർ ഒപ്പിടില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ ഖുതുബുൽ ആലം മുദബ്ബിറുൽ ആലം റഈസുൽ സാഹിദീൻ ശൈഖുൽ മശായിഖ് ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് സയ്യിദ് മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു അവിടുന്ന് 3 വർഷത്തോളമൊക്കെ കണ്ടിന്യായിട്ട് നോമ്പ് നോക്കി. കേവലം ഒരു പത്തിരി കൊണ്ട്, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴത്തിൻ്റെ പകുതി, ഇങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ട് തന്നെ അത്തായം കഴിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് നോമ്പോട് നോമ്പ്, ഒരുപാട് സംസാരമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് മുഴുവൻ അള്ളാഹുവിലേക്ക് അങ്ങ് സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കരഗതമാക്കി അവിടുത്തെ ബാഹ്യമായ അവസ്ഥകളെ പലർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന അല്ലേ ഒരു പ്രത്യേക നക്ഷത്രത്തിനെ ഞാൻ 70,000 വട്ടം കണ്ടിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് എൻ്റെ പ്രകാശമായിരുന്നു.
അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് നോക്കി നിങ്ങൾ, അവിടുത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ മശായിഖന്മാർ, അതല്ലേ മഅറൂഫുൽ ഖറഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബ്ബാസ് അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഅരിഫത്തുൽ വലി അസ്അദു മിൻ മഅരിഫത്തില്ലാ. അള്ളാഹിന്റെ ഔലിയാക്കളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മനസ്സിലാക്കുന്നതിനേക്കാളും പ്രയാസമാണത്, വല്ലാത്തൊരു വാക്കാണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നമ്മൾ യഹ്യൽ ബുഖാരിൻ്റെ ആളാ, മടവൂർക്കോട്ടൻ്റെ ആളാ, നമുക്ക് നോമ്പ് വേണ്ട, കാര്യം വേണ്ടാന്നൊന്നും ഇവരുടെ തന്നെ ഒരു ജീവിതം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞതാ. നടന്ന് 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 മുഴുവൻ മഖ്ബറകളിലും സിയാറത്ത് ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ദിയാലകൾ വീട്ടിയിട്ടുള്ളൊരു കാലഘട്ടം മുമ്പെന്നല്ലേ ഞാൻ പറയുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പഠിത്തങ്ങളെ കണ്ടത് ചെയ്ത് എപ്പോഴത്തേക്കോ ഉള്ള ഈ പറഞ്ഞ മുരീദുമാരായ നമുക്ക് വേണ്ടിയുള്ളത് അടക്കം ചെയ്ത്, ഇല്ലെങ്കിൽ അവരില്ലാന്ന് പറയട്ടെ. അപ്പൊ ഇതാണ് ഒരു ശൈഖ്മാരും മനസ്സിലാക്കട്ടെ, അവരുടെ ഒരുപാട് അധ്വാനങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും അള്ളാഹുവിലേക്ക് ലയിക്കാനുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെയും കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവരിൽ ഇപ്പം അള്ളാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നട്ടപ്പാതിരാക്ക് വന്നാലും നമ്മളോട് ഇങ്ങനെ മാരിഫത്ത് പറയുന്നത് കേട്ട് നമ്മൾ തളർന്നാലും അവർ പറഞ്ഞ് തളരുന്നില്ല. നമ്മൾക്ക് കേട്ട് മതിയായാലും അവർക്ക് പറഞ്ഞ് മതിയാവുന്നില്ല. അവിടത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇനി അവരെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് റമളാനിന് വേണ്ടി ഒരുങ്ങണം. നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരാ. ഷാഫി മദ്ഹബിൽ ഓരോ നോമ്പിന് ഇത് കേട്ടാൽ ഒരു ഓഫറുണ്ട്, ഒരു മസാല പറയാം. ഷാഫി മദ്ഹബിൽ ഓരോ നോമ്പിനും അന്നന്ന് രാത്രി നിയത്ത് വെക്കണം. ആ നിയത്ത് സുബിക്ക് മുമ്പ് വെച്ചിട്ടില്ലെങ്കിൽ അറിയാണ്ട് മറന്നു പോയിട്ട് സുബി ആയാൽ ഏതായാലും നിയത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കട്ടൻ ചായ കുടിക്കാനും കഴിയൂല. നോമ്പുകാരനെ പോലെ നിൽക്കുകയും വേണം, പിന്നെ നോമ്പ് ഖളാ വീട്ടും വേണം. ഇതാണ് ഷാഫി മദ്ഹബ്. നോമ്പ് കാരണം പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നിയത്ത് മറന്നിട്ടുണ്ട്, നോമ്പുകാരനാ പിന്നീട് നോമ്പ് ഖളാ വീട്ടും വേണം. ഡബിൾ പണിയാ. ബഹുമാനപ്പെട്ട ഇമാം ദാറുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിന്റെ ഗുരുവാ, മാലിക്കി മദ്ഹബിന്റെ സ്ഥാപകർ, അവരുടെ മദ്ഹബ് പ്രകാരം റമളാനിന്റെ ആദ്യ രാത്രി ഇന്നായിരിക്കും നമുക്ക്. ഞാൻ റമളാനിലെ എല്ലാ നോമ്പും നോക്കാൻ തീരുമാനിച്ചു എന്ന് നിയത്ത് വെച്ചാൽ നമുക്കത് മതിയാകും. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ യംബഗി നിങ്ങൾ ചെയ്യണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഉദ്ധരിച്ച സംഭവം. അപ്പം നമ്മൾ ആ മാലിക്കി മദ്ഹബ് പ്രകാരം ഈ റമളാനിലെ എല്ലാ നോമ്പും ഞാൻ നോക്കാൻ തീരുമാനിച്ചു എന്ന് നിയത്ത് വെച്ചാൽ നമ്മളെ ഷാഫി മദ്ഹബ് പ്രകാരം എപ്പോൾ തറാവി മുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് നിയത്ത് മറന്നു പോയാൽ പിന്നെ നമുക്ക് നോമ്പ് ഖളാ വീട്ടണ്ടേ, ആവശ്യം വരില്ല. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇന്ന് മാത്രമേ കിട്ടൂ. 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് നോമ്പ് 5-6 ആയിട്ടാകുമ്പോൾ ഞാൻ ഇനിയുള്ള എല്ലാം നോക്കി എന്ന് വെച്ചാൽ കിട്ടൂല. ഇന്ന് ആദ്യ രാത്രി മാത്രമുള്ള ഓഫറാണ്. ഇവിടെ വന്നതിന് മുതലാവണ്ടേ എന്ന് കരുതി ഒരു മസാല മഹാന്മാർ പറഞ്ഞത് മുന്നിൽ വെച്ചു. അള്ളാഹു നമ്മളെയൊക്കെ മശായിഖന്മാരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് സമയത്തിൻ്റെ കുറവ് മൂലം വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.